വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വിദ്യാർത്ഥികൾ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം സമർപ്പിച്ചു. കുട്ടികൾ നടത്തിയ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടായിരുന്നു നിവേദനം നൽകിയത്. ബ്ലോക്ക് പ്രസിഡന്റ് എൻ.എം. സലീം നിവേദനം സ്വീകരിച്ചു. പ്രൊജക്ടിന്റെ ഭാഗമായി പ്രവർത്തിച്ച കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ കൈമാറി. കൂവപ്പടി BRC പരിധിയിലെ 4 സ്കൂളുകളിൽ നിന്നും 35ഓളം കുട്ടികൾ കാടിറങ്ങുന്ന വന്യജീവികൾ എക്കാലത്തും മനുഷ്യന് ഭീഷണിയോ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രൊജക്ട് ചെയ്തിരിക്കുന്നു. വന്യജീവികളുടെ കാടിറക്കം മൂലം കൃഷിനാശം, വളർത്തു മൃഗങ്ങൾക്ക് ജീവഹാനി, ഭീതിജനകമായ ജീവിത സാഹചര്യം എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ടെന്ന് കുട്ടികൾ കണ്ടെത്തി. ഈ പ്രൊജക്ട് പൂർത്തിയായ ശേഷം വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വിദ്യാർത്ഥികൾ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് പരിഹാര നിർദ്ദേശങ്ങൾ അടങ്ങിയ നിവേദനം സമർപ്പിച്ചു. കുട്ടികൾ നടത്തിയ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടായിരുന്നു നിവേദനം നൽകിയത്. ഫെൻസിംഗ്, പെട്രോളിയം, ജാഗ്രതാ സമിതി രൂപീകരണം, നഷ്ടപരിഹാരം നൽകൽ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ അടങ്ങിയ നിവേദനം ബ്ലോക്ക് പ്രസിഡന്റ് എൻ.എം. സലീം സ്വീകരിച്ചു. കൂവപ്പടി BRCയുടെ നേതൃത്വത്തിൽ കീഴളം സെന്റ് തോമസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളും മറ്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളും കൂടി ഇന്ന് ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചുള്ള ഒരു റിസർച്ച്, ഒരു പഠനം, അതിൻ്റെ സമാപന സമ്മേളനമായിരുന്നു ഇന്നിപ്പോൾ നടന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ചർച്ചയായിട്ടുള്ളതും മനുഷ്യ വിപത്തുമായി ബന്ധപ്പെട്ടും ഏറ്റവും കൂടുതൽ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി ദിവസേന നമ്മൾ വായിക്കുന്നതുമായ കാര്യങ്ങൾ, കാട്ടാന ശല്യം, കാട്ടാനകൾ മനുഷ്യനെ ചവിട്ടിക്കൊന്നു, അതുപോലെ ജനങ്ങളുടെ സ്വത്തും അവരുടെ ജീവനും സംരക്ഷിക്കപ്പെടേണ്ട സംവിധാനങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ പാലായനം നടത്തുന്ന ഓരോ പ്രദേശങ്ങളിൽ നിന്നും അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു റിസർച്ച്, ഒരു പഠനമാണ് ഇപ്പോൾ ഇന്ന് ഈ കൂവപ്പടി BRC നേതൃത്വത്തിൽ നടത്തിയത്. അത് വലിയ രീതിയിലുള്ള മനോഹരമായ രീതിയിൽ ആ സംവിധാനങ്ങൾ അവർ അത് റിസർച്ച് നടത്തുകയും 2 തടയണകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും സന്തോഷകരമായ, അവരെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകം അറിയിക്കുന്നു. കൂവപ്പടി പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ അശമന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി അധ്യക്ഷത വഹിച്ചു. ഫാത്തിമ MA ആമുഖ പ്രഭാഷണം നടത്തി. BFO അനസ് പദ്ധതി വിശദീകരണം നിർവഹിച്ചു. അശമന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ഐസക്, കീഴളം സെന്റ് തോമസ് സ്കൂളിലെ ബെജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊജക്ട് നിർവഹിച്ച ക്രാരിയേലി SMHSS, വേങ്ങൂർ MKHSS, ഓടക്കാലി GVHSS, കീഴളം സെന്റ് തോമസ് എന്നീ വിദ്യാലയങ്ങളിലെ കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പും കുസാറ്റും BRCയും സംയുക്തമായി ചേർന്നുകൊണ്ട് സ്ട്രീം ഇക്കോസിസ്റ്റം പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു സമാപന പ്രോഗ്രാമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ നമ്മുടെ കുട്ടികൾ സ്ട്രീമിൻ്റെ കാടിറങ്ങുന്ന വന്യജീവികൾ മനുഷ്യന് ഭീഷണിയോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ ആ പ്രൊജക്റ്റിനെ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. പ്രശ്നത്തെ പഠിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം എന്ന രീതിയിൽ വേങ്ങൂർ പഞ്ചായത്തിൽ 3, 4 ഈ പ്രശ്നബാധിത പ്രദേശമായ പാണിയേലി, മേക്കേപ്പാല പ്രദേശങ്ങളിൽ വേങ്ങൂർ പഞ്ചായത്ത് കീഴിലുള്ള പ്രദേശങ്ങളാണ്. ആ പ്രദേശത്തിലെ കുട്ടികൾ നമ്മുടെ ഈ പ്രൊജക്ടിന്റെ ഭാഗമാണ്. പ്രൊജക്ടിന്റെ ഭാഗമായി പ്രവർത്തിച്ച കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ കൈമാറി. പാണിയേലി, മേക്കപ്പാല തുടങ്ങിയ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ 14,000 രൂപ മുതൽ മുടക്കിൽ അരുവിയിലെ സ്വാഭാവികത നിലനിർത്തി വനത്തിനുള്ളിൽ കുട്ടികൾ 2 തണ്ണീർത്തടങ്ങൾ നടപ്പിലാക്കിയതായി അധികൃതർ അറിയിച്ചു. വന്യജീവി സംഘർഷവും മനുഷ്യ ജീവിതവും എന്നുള്ളതാണ്. ഈ വിഷയത്തെ അഭിനയിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രസന്റ് കാലത്ത് ഏറ്റവും ആപ്തമുള്ള, അനുയോജ്യമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് കുട്ടികൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനവർ ഏകദേശം നല്ല രീതിയിൽ വിഷയത്തെ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.